നമുക്കത് തെയ്യം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണല്ലോ ഇത്. തെയ്യം വെറും ഒരു തെയ്യം മാത്രമായിട്ട് ഇതിനെ കാണാൻ പറ്റത്തില്ല ഈ സിനിമയ്ക്ക്. പ്രേക്ഷകരെ പിടിച്ചിരുത്തിക്കൊണ്ട് അത് എന്ത് തെയ്യം, എങ്ങനെയാണ് തെയ്യം ഉണ്ടാവുന്നതെന്നും ആ തെയ്യം എന്താണ് ആ സിനിമക്കകത്ത് ചെയ്തു വെച്ചിരിക്കുന്നതെന്നുള്ളത് കണ്ട് തന്നെ അറിയണത്. രണ്ട് തെയ്യങ്ങൾ തമ്മിലുള്ള ഒരു 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 പ്രത്യേകതരം തെയ്യത്തിനെ സ്പെസിഫൈ ചെയ്താണോ കാണിക്കുന്നത്? ഒട്ടനവധി തെയ്യങ്ങളുണ്ട്. ഗുളികൻ തെയ്യമാണ് സ്പെസിഫിക് ആയിട്ട് ഒരു തെയ്യത്തിന്. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു രൂപത്തിലുള്ളൊരു തെയ്യത്തിന്. സിനിമയിലെ യഥാർത്ഥത്തിലുള്ള തെയ്യം തന്നെയാണോ അതോ സിനിമയ്ക്ക് വേണ്ടി സിനിമാറ്റിക് ആയിട്ട് കുറച്ച് ഫിക്ഷണൽ ഒക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടാണോ? തെയ്യം എന്ന കഥാപാത്രം ഒറിജിനലാണ്. തെയ്യം കഥാപാത്രം ഒറിജിനൽ. പക്ഷേ അതിന്റെ തെയ്യത്തിന്റെ പൂർണ്ണ രൂപം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു സിനിമയിലെ തെയ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ പക്ഷെ നമുക്ക് അത് ആ രീതിയിലല്ല നമ്മൾ സിനിമ കാണുമ്പോൾ വരിക. സിനിമ കാണുമ്പോൾ ഒറിജിനൽ തെയ്യത്തിന്റെ ഒരു ഫീല് കിട്ടും. പക്ഷെ സിനിമയിൽ ഓവർ ദ ടോപ്പ് ആയിട്ട് കുറച്ച് ഫിക്ഷണൽ ആയിട്ട് ആഡ് ചെയ്യും. അതെ, അത് അതിന്റെ ആ ഒരു സാഹചര്യം വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഷൂട്ടില് റിസ്കി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ അവിടെ ലൊക്കേഷനിൽ എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാം ഈ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിഷയങ്ങളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും. ഈ തെയ്യമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ ലൊക്കേഷനിൽ എന്തെങ്കിലും അനുഭവങ്ങള് തെയ്യമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ ഇല്ല, അങ്ങനെയൊന്നും രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഫ്രീ ആയിട്ട് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 80ഓളം പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ക്രൂസ് അടക്കമുള്ള ആളുകൾ ഒരു 80ഓളം പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആളുകൾ മുഴുവൻ എന്താ പറയുക, നമ്മളൊക്കെ ഒരു സഹോദരന്മാരെ പോലെ കണ്ടിട്ടാണ് നമ്മളവരെയൊക്കെ ഇതിനകത്ത് കൂടെ കൊണ്ട് നടന്നിട്ട് അതേപോലെ തന്നെയാണ്. പിന്നെ ആളുകളുടെ ബർത്ത്ഡേ ആഘോഷിക്കലും മറ്റുള്ള കാര്യം എല്ലാം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 29 ദിവസം 29 ഡേയും 4 ഫുൾ നൈറ്റും ഷൂട്ട് ചെയ്തിട്ടാണ് ഈ സാധനം ഈ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളത്. 29 ഡേയും 4 ഫുൾ നൈറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 30-35 ദിവസത്തോളത്തിൻ്റെ ആ ഒരു കണക്ക് വരും. അത്രയും അതിനൊക്കെ അതായത് പിന്നെ എന്താ പറയുക, ഉറക്കമില്ലാത്ത തന്നെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടമായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആർക്കും ഒരു പരിഭവങ്ങളോ പരാതികളോ ഒന്നുമില്ല. അങ്ങനെ നല്ല രീതിക്ക് ഇതിൻ്റെ പിന്നെ എന്താ പറയുക, പ്രൊഡക്ഷൻ കൺട്രോളർ ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും അതിൻ്റെ മാനേജറാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇതിൻ്റെ പിന്നെ ക്യാമറാമാൻ ഈ പറഞ്ഞതുപോലെ പിന്നെ എഡിറ്റർ, ഇവരൊക്കെ ഏത് സമയത്തും അവൈലബിളാണ്. നമുക്ക് ഇവരെയൊന്നും പിന്നെ ഒന്ന് ഫോൺ വിളിക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടില്ല. നമുക്ക് അത്രയും കോർപ്പറേറ്റ് ആയിട്ടാണ് എല്ലാം ഷൂട്ട് ചെയ്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ തന്നെയായിരുന്നു. ചേട്ടന്റെ വീട് കണ്ണൂരാണോ? അല്ലല്ല, ഞാൻ കണ്ണൂരല്ല, ഞാൻ വയനാട് ജില്ലക്കാരനാണ്. സുൽത്താൻ ബത്തേരിയാണ് വീട്. എനിക്കിവിടെ വേറൊരു ജോബുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കണ്ണൂർ ജില്ലയിലാണ് താമസം. കാസർഗോഡ് ജില്ല കണ്ണൂർ ജില്ലയിലെ ബോർഡർ അവിടെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അവിടെ വൈഫിൻ്റെ വീട് അവിടെ ആയതുകൊണ്ട് അവിടെ വീടൊക്കെ വെച്ച് അവിടെ കൂടിയിട്ട്. കണ്ണൂരുകാരുടെ കഥ പറയുന്നത് ചിത്രം കൂടിയാണോ? കണ്ണൂരുകാരുടെ കഥ പറയുന്നതല്ല, മലബാറിൻ്റെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാൻ തന്നെ കാരണം. അതാണ് അവർ കഥയായിട്ട് എടുക്കാനുള്ള കാരണം, കഥ സിനിമയായിട്ട് എടുക്കാനുള്ള കാരണം മലബാർ എന്നുള്ള അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രത്യേക വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പേര് പറയാമല്ലോ, മലബാർ അല്ല മാക്കവും മക്കളും. മലബാർ മാക്കവും മക്കളുമാണ് ഇതിൻ്റെ അകത്ത് കേന്ദ്ര ഇതായിട്ട് വന്നിട്ടുള്ളത്. കഥാപാത്രമല്ല, അവിടെ കണ്ണൂരിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മിത്താണ് മാക്കവും മക്കളും എന്ന് പറഞ്ഞിട്ട്. ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമയുടെ കഥ പോയിരുന്നത്. മാക്കത്തിലൂടെ വന്നിട്ട് വേറൊരു സ്റ്റേജിലേക്ക് ആ സാധനം മാറിപ്പോവും. അവിടെയാണ് നമ്മൾ ആ സിനിമ മാക്കം എന്ന് പറയുമ്പോൾ മാക്കത്തിൻ്റെ ബേസാണെന്നാണ് വിചാരിക്കും. പക്ഷെ മാക്കമായിട്ട് വന്നിട്ട് ആ സാധനം വേറൊരു ലെവലിലേക്ക് കയറി പോകും. കാന്താര മൂവിയായിട്ട് ഈ സിനിമയെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ ഒരു എസൻസ് ഒക്കെ ഇതിലുണ്ടോ? ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാന്താരയുടെ ഒരു എവിടെയൊക്കെയോ നമ്മൾ അത് ടച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കാന്താര സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു കാന്താരയുടെ മൂഡ്,
അതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാന്താര സിനിമയായിട്ട് ശരിക്കും ഒരു ബന്ധവും ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ട്രെയിലർ ട്രെയിലറൊക്കെ ട്രെയിലർ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ കാന്താര ലൈറ്റ് ആണോ എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. മലയാളത്തിൽ നിന്നൊരു കാന്താര ലൈറ്റ് വരുവാണോ എന്ന് ചോദിക്കാറുണ്ട്. വീണ്ടും കാന്താരയുടെ സ്പൂഫാണോ? ഈ സിനിമ സാമ്പത്തികമായിട്ട് വിജയം നേടുമെന്ന് പ്രതീക്ഷയുണ്ടോ? എങ്ങനെയാണ് ഈ സിനിമയെ നോക്കി കാണുന്നത്? പ്രേക്ഷകരോട് എന്താണ് സിനിമയെ പറ്റി പറയാനുള്ളത്? പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതൊരു നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റാണ്. തിയേറ്ററിൽ പോയിട്ട് കാണുക. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇതൊരു നഷ്ടമാണ് എന്ന് നിങ്ങൾക്ക് തോന്നേണ്ടി വരില്ല. അപ്പോൾ അത്രയും നല്ലൊരു സാധനം ഒരു സിനിമ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. പ്രേക്ഷകർ കാണുക, കണ്ടിട്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറയുക. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ ബാക്കി കാര്യങ്ങൾ എന്നുള്ളതാണ് പറയാനുള്ളത്. ഹത്തനെ ഉദയ എന്ന സിനിമ എല്ലാവരും തിയേറ്ററുകളിൽ പോയിട്ട് കാണുക. നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് എന്നാണ്. ഇതിനകത്ത് ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഞാനെന്ന് പറയുമ്പോൾ എന്നെ പരിചയം ഉണ്ടാവില്ല, എന്നാലും സിനിമ കാണുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും ഞാൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും സിനിമ കാണുക. നല്ലൊരു മൂവിയാണ് എന്ന് ഉള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അതുപോലെ നിങ്ങൾക്കും ആ ഒരു ഫീൽ ഉണ്ടാവും സിനിമ കണ്ടു കഴിയുമ്പോൾ. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക. എല്ലാവരും ഈ പടം തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം സൗണ്ടിലും മ്യൂസിക്കിലും ഒക്കെ ആയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ടെക്നിക്കൽ സൈഡിൽ ചെയ്തിട്ടുണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ കാണണം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണുക, വിജയിപ്പിക്കുക. ഹത്തനോദയയുടെ വിശേഷങ്ങളാണ് നാം ഇന്ന് പങ്കുവച്ചത്. അപ്പോൾ ഹത്തനോദയ വമ്പൻ വിജയമായി തീരട്ടെ, പ്രേക്ഷകരുടെ എല്ലാ പിന്തുണയും ലഭിക്കട്ടെ, വമ്പൻ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി.